ജ്ഞാത്വാ പ്രാരഭ്യ കുർവീദാഃ അകുർവാണോ വിനശ്യതി തതോ ജ്ഞാത്വൈവ സമ്പന്നം ഇദം പ്രാരഭ്യതേ ബുധൈ. ജ്ഞാത്വാ പ്രാരഭ്യ കുർവീദാഹി അകുർവാണോ വിനശ്യതി തതോ ജ്ഞാത്വൈവ സമ്പന്നം ഇദം പ്രാരഭ്യതേ ബുധൈ. ജ്ഞാത്വ അറിഞ്ഞിട്ട്, പ്രാരഭ്യ ആരംഭിച്ചിട്ട്, കുർവീത ചെയ്യണം, അകുർവാണ ചെയ്യാത്തവൻ, വിനശ്യതിഹി നശിക്കുമെന്നത് തീർച്ചയാണ്. ജ്ഞാത്വാ ഏവ അറിഞ്ഞു തന്നെ, അല്ലെങ്കിൽ അതായത് പാരായണക്രമം അറിഞ്ഞു തന്നെ, ഇതിനെ സമ്പന്നം ഐശ്വര്യപൂർണമാക്കി തീർത്ത ശേഷം ബുധേ പ്രാരഭ്യതേ ബുധന്മാരാൽ ആരംഭിക്കുന്നു. കീലകം എന്തെന്നറിഞ്ഞിട്ട് പാരായണം ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പാരായണ ഫലം പൂർണ്ണമായി ലഭിക്കുകയില്ല. അതുകൊണ്ട് ബുധന്മാർ ദാനപ്രതിഗ്രഹ കർമ്മം കൊണ്ട് നിഷ്കീലം ചെയ്ത ശേഷം സപ്തശതി പാരായണം ചെയ്യണം. ദേവീപാദങ്ങളിൽ പൂർണ്ണമായ സമർപ്പണം വേണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒറ്റ വായനയ്ക്ക് നമുക്കിത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു ശ്ലോകമാണ്. അറിഞ്ഞിട്ട് ആരംഭിച്ച് ചെയ്യണം, ചെയ്യാത്തവൻ നശിക്കുമെന്ന് കേട്ടാൽ ദേവീമാഹാത്മ്യം പാരായണം ചെയ്യാത്തവരൊക്കെ നശിക്കുമെന്ന് തോന്നും. ദുരിതകാരണമായ ശാപപാപാദി ദോഷങ്ങളെ കീലകമന്ത്രം കൊണ്ട് ഒഴിവാക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞിട്ട് വേണം പൂർണ്ണഫലം ആഗ്രഹിക്കുന്നവർ സപ്തശതി പാരായണം ആരംഭിക്കേണ്ടതും നടത്തേണ്ടതും. സപ്തശതി പാരായണത്തിൽ ലഭിക്കുന്ന പുണ്യത്തിന് അളവില്ല. എങ്കിലും ശാപപാപാദികൾ ആ പുണ്യത്തിൻ്റെ ഫലസിദ്ധിയെ തടയും എന്ന് സൂചിപ്പിക്കാനാണ് അകുർവാണോ വിനശ്യതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പുണ്യത്തെ തടയുന്ന ശാപപാപാദി ദോഷങ്ങളെ ദാന പ്രതിഗ്രഹ കർമ്മങ്ങൾ കൊണ്ട് മാറ്റണം. വിജ്ഞന്മാരായ ആളുകൾ അപ്രകാരമാണ് ഈ ദിവ്യഗ്രന്ഥം പാരായണം ചെയ്യുന്നത്. സൗഭാഗ്യാദീച യത്കിഞ്ചിത് ദൃശ്യതേ ലലനാജനേ തത്സർവം തത്പ്രസാദേന തേന ജാപ്യമിദം ശുഭം. സൗഭാഗ്യാദീച യത് കിഞ്ചിത് ദൃശ്യതേ ലലനാജനേ തത്സർവം തത്പ്രസാദേന തേന ജാപ്യമിദം ശുഭം. ലലനാജനെ സുന്ദരികളായ സ്ത്രീകളിൽ സൗഭാഗ്യാദി സൗഭാഗ്യം തുടങ്ങി യത് കിഞ്ചിത് ദൃശ്യതേ കുറഞ്ഞൊന്ന് എന്ത് കാണപ്പെടുന്നുവോ തത്സർവം അതെല്ലാം തത് പ്രസാദേന ദേവിയുടെ പ്രസാദം കൊണ്ടാകുന്നു. തേന അതിനാൽ ശുഭം ഇതം ജാപ്യം ശുഭമായ ഇത് ജപിക്കപ്പെടേണ്ടതാകുന്നു. സ്ത്രീകളിൽ സൗഭാഗ്യാദികളായി കാണപ്പെടുന്ന ഗുണങ്ങളെല്ലാം ദേവിയുടെ പ്രസാദം കൊണ്ടാണ്. അതിനാൽ ശുഭമായ ഇത് ജപിക്കപ്പെടേണ്ടതാകുന്നു. മുൻകാലങ്ങളിൽ സ്ത്രീകളിൽ കുറച്ചുപേർ മാത്രമേ വിദ്യാസമ്പന്നരായിരുന്നുള്ളൂ. പുരുഷന്മാരിലും മന്ത്രതന്ത്രവിധികൾ പഠിച്ചവർ കുറവായിരുന്നു. വിധിപ്രകാരം സപ്തശതി പാരായണം ചെയ്യാനുള്ള സന്ദർഭം ഇല്ലാത്തവർ വിധികളൊന്നും അറിയാതെ സപ്തശതി പാരായണം ചെയ്താലും ഫലം അനുഭൂതമാകുമെന്നാണ് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നത്. ലലനാജനങ്ങൾ കാണപ്പെടുന്ന സൗഭാഗ്യാദി ഗുണങ്ങൾ ദേവിയുടെ പ്രസാദം കൊണ്ട് ലഭിക്കുന്നതാണ്. ലലന എന്ന പദത്തെ സുന്ദരിയായ സ്ത്രീ എന്നാണ് സാമാന്യമായ അർത്ഥം. സൗഭാഗ്യം എന്ന പ്രയോഗം ലല്ലാജലങ്ങൾ കാണപ്പെടുന്ന സൗന്ദര്യ സൗശീല്യാദി ഗുണങ്ങളെപ്പറ്റി സൂചിപ്പിക്കാനാണ് പറയുന്നത്. എല്ലാവരിലും ഈ ഗുണങ്ങൾ ഒരേ തോതിലല്ല കാണപ്പെടുന്നതെന്ന് കുറിക്കാനാണ് യത് കിഞ്ചിത് എന്ന് വിശേഷിപ്പിച്ചത്. അല്പമാത്രമായെങ്കിലും സ്ത്രീകളിൽ കാണപ്പെടുന്ന സൗന്ദര്യ സൗശീല്യാദി സൗഭാഗ്യങ്ങൾ വിധിപ്രകാരം ദേവീമാഹാത്മ്യം പാരായണം ചെയ്തതുകൊണ്ടാണ് എന്ന് പറയാനാവില്ലല്ലോ. അറിഞ്ഞോ അറിയാതെയോ വിധി അനുസരിച്ചോ അല്ലാതെയോ പാരായണം, ശ്രവണം, മനനം തുടങ്ങിയവ എപ്പോഴെങ്കിലും ഉണ്ടായാൽ സപ്തശതി ഫലം ലഭിക്കും. അർഗള കീലകാദികളോടുകൂടി വിധിപ്രകാരമാകുമ്പോൾ ഫലം കൂടും. സപ്തശതി ശുഭതയാണ്, അത് ജപിക്കപ്പെടേണ്ടതാണ് എന്ന് സാരം. അത് സ്ത്രീകൾക്കും ജപിക്കാവുന്നതാണ് എന്നാണ് പരോക്ഷമായി സൂചിപ്പിക്കുന്നത്.